Good afternoon. Hello. Good afternoon. പറയാൻ പറ്റിയ ആരുമില്ല ഇവിടെ? ഒരു good afternoon തിരിച്ച് പറയാൻ പറ്റിയ ആരുമില്ലേ? Good afternoon, ma'am. Very good. Good afternoon, ma'am. Good afternoon, ma'am. ആ സൗണ്ട് കേൾക്കാനാണ് എനിക്ക്. സൗണ്ട് കേൾക്കാൻ വേണ്ടിട്ട് ഒരാളെങ്കിൽ ഒരാള് നിങ്ങളുടെ ആ തുടക്കമുള്ള എന്തോ എന്താ പറ്റും പറഞ്ഞോ? ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞതാണ്. Good afternoon, ma'am. Yes, good afternoon. ഏതൊക്കെയല്ലേ നമ്മള് ആ ഒരു ബിഗിനിങ്ങില് ഒന്നോ രണ്ടോ സൗണ്ട് ഇതുപോലെ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നതോ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പറയുന്നതോ ഒക്കെ നിങ്ങളുടെ കേൾക്കണമല്ലോ. പിന്നെ ലാസ്റ്റ് നമുക്ക് എന്താ പറയാ ആവശ്യം ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും മനസ്സിലാക്കാൻ എന്തെങ്കിലും നോക്കിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ സൗണ്ട് അൺമ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ടാണല്ലോ ക്ലാസ് എടുക്കണേ. ഓക്കെ, നമുക്ക് വീണ്ടും തുടങ്ങാം. നമ്മള് കഴിഞ്ഞ ദിവസം മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് തുടങ്ങിയത് അല്ലെ? മെഡിക്കൽ ടെർമിനോളജി അല്ലേ തുടങ്ങിയത്? യെസ്, മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങി. നമ്മൾ കുറച്ച് നമുക്കറിയാം മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ലാംഗ്വേജ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്. ഹെൽത്ത് കെയർ സംബന്ധമായിട്ട് അതായത് നമ്മുടെ ആരോഗ്യ സംരക്ഷണ മേഖലകള്, ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ മറ്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റൽസ് പോലെയുള്ള ആരോഗ്യ സംരക്ഷണ വിഭാഗം അവരുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹോസ്പിറ്റൽസിലെ എംപ്ലോയീസ്, സ്റ്റാഫ്സ്, മറ്റുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് മെഡിക്കൽ ടെർമിനോളജി. അതില് പ്രധാനമായിട്ടും ഇന്റർനാഷണലി അവര് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇത്തരം മെഡിക്കൽ ടേംസ് ഉപയോഗിക്കുമ്പോൾ അത് എന്താ പറയാ അത് സെൻഡ് ചെയ്യുന്നവരും റെസിപ്പിയന്റും അതായത് സ്വീകരിക്കുന്നവർക്കും ഒരേപോലെ ഒരേ രീതിയിലുള്ള മീനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേ രീതിയിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളായിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്ത് ചെയ്യുന്നത് ഇത്തരം മെഡിക്കൽ ടേംസ് ഉപയോഗിച്ച് സെൻഡ് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് സ്വീകരിക്കുന്നവർക്കും അതുപോലെ തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്നവർക്കും തമ്മില് പലതരത്തിലുള്ള കൺഫ്യൂഷൻസും എറേഴ്സും ഒക്കെ വരാത്ത രീതിയിൽ മൊത്തത്തില് ഒരു സ്റ്റാൻഡേർഡ് രൂപത്തിൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന മെഡിക്കൽ ടേംസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ എക്സാമ്പിൾസ് നമുക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. ആൻഡ് അതിനകത്ത് ഈ പറയുന്ന മെഡിക്കൽ ടെർമിനോളജിയിൽ പ്രിഫിക്സുകൾ ആഡ് ചെയ്തിട്ടുള്ള മെഡിക്കൽ ടേംസ്, സഫിക്സുകൾ ആഡ് ചെയ്തിട്ടുള്ള മെഡിക്കൽ ടേംസ്, സഫിക്സസ് ആൻഡ് ഓൾസോ അബ്രീവിയേഷൻസ്, ഇത് ഒക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് തന്നിരുന്നത്. ഇനി അതിനകത്തുനിന്ന് കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. മെഡിക്കൽ ടേംസ് എവിടെ വരെ പറഞ്ഞു? പ്രിഫിക്സുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത. പ്രിഫിക്സ് എവിടെ വരെ എടുക്കുന്നു വല്ല ഐഡിയ ഉണ്ടോ? പറഞ്ഞിട്ട് യൂസ് ചെയ്യാം. 65 വരെ, അതെ, ലുക്കോസൈറ്റ്സ് വരെ എടുത്തു അല്ലെ? അവിടെ വരില്ലേ? പ്രിഫിക്സിനകത്ത് ലുക്കോസൈറ്റ്സ് വരെ നമ്മൾ പറഞ്ഞിരുന്നു. WB സെൽസിനെ കുറിച്ചിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ളതാണ് 65 എന്ന് പറയുന്ന LEUK/O എന്ന് പറയുന്ന ലുക്കോ എന്ന് പറയുന്ന മെഡിക്കൽ ടേം. അവിടെ വരെയാണ് നമ്മൾ എടുത്തത്. എല്ലാവരും അവിടെ വരെ എത്തിയോന്നാവോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. മാർക്ക് ചെയ്ത് ആണ് നമ്മൾ പോകുന്നത്. ഓരോ പേജസിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് അത് മാത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ബിക്കോസ് അതിനകത്തു നിന്നാണ് നമ്മൾ കൂടുതലും ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് നിന്ന്. അതുകൊണ്ടാണ് അങ്ങനെ മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. ഒരു 570 എന്താ പറയാ ഈ പറയുന്ന എല്ലാം കൂടി പ്രിഫിക്സും സഫിക്സും റൂട്ട് ഫോംസും അബ്രീവിയേഷൻസും എല്ലാം കൂടി ചേർത്ത് ഒരു 570 അത്രയും ടേമുകൾ ഉണ്ട് നമുക്ക്. മുഴുവനൊക്കെ നമുക്ക് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് എന്താ പറയാ അത്രയും ഇതായി പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് എന്തായാലും മാർക്ക് ചെയ്യുന്നത് എന്തായാലും നന്നായി പഠിച്ചേക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ 66-ാമത്തെ ആണെന്താ പറയണേ? ചിലപ്പോ ഇപ്പൊ വരുമല്ലോ.
യെസ്. അപ്പൊ അടുത്തത് 66 66. എന്താണത്? ലിത്ത്, LITH/O. ലിത്ത്, ലിത്തോസ്ഫിയർ എന്ന് കേട്ടോ. നമ്മുടെ എർത്തിനെ ഇങ്ങനെ പല പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ എർത്തിന്റെ ഒരു എന്താ പറയാ ഒരു പോർഷൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ പറയാ ക്രസ്റ്റ്, മാന്റിൽ, അറ്റ്മോസ്ഫിയറിന്റെ പല ലെയേഴ്സിലൊക്കെ പെടുന്നതാണ് അല്ലെ. അപ്പൊ ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു സ്റ്റോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മെഡിക്കൽ ടേംസിൽ ഉപയോഗിക്കുമ്പോൾ LITH/O ആണ് കേട്ടോ. ഇനി ഒരു കാര്യം പറഞ്ഞോന്ന് അറിയില്ല, ആ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്ന O ഒക്കെ ഇറ്റ് റെപ്രസെന്റ് സ്ലാഷ് ആണ് കേട്ടോ. ബ്രാക്കറ്റ് അല്ല, ഇൻസ്റ്റഡ് അത് സ്ലാഷ് ആണ്, ഒരു സ്ലാഷ് എന്നാണ് LITH/O കേട്ടോ. അങ്ങനെയാണ് അത് ബ്രാക്കറ്റ് ആയിപ്പോയേക്കുന്നതാണ്. അതൊന്ന് നമ്മൾ തിരുത്തി വായിക്കാം, അല്ലെങ്കിൽ തിരുത്തി വെച്ചേക്കാം നിങ്ങളുടെ ടെക്സ്റ്റിൽ. അടുത്തത് മാക്രോ. മാക്രോ എന്നതിന്റെ മീനിങ് എന്താ? ലാർജ്, ഹ്യൂജ് എന്നാണ്. സ്പെല്ലിങ്ങിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. HY ആണ്, HY അല്ല, അത് മാറ്റി HU ആക്കുക. ഹ്യൂജ്, ഇനോർമസ്, വലുത് അല്ലെ, ഭയങ്കര വലുതിനെ സൂചിപ്പിക്കാൻ. മാക്രോ, മാക്രോ ഇക്കണോമിക്സ്, സ്റ്റഡി ഓഫ് ഇക്കോണമി ആസ് എ ഹോൾ, അതാണ് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാക്രോ മീൻസ് ലാർജ് എന്നാണ്. അപ്പൊ ഹ്യൂജ് എന്നതിന്റെ സ്പെല്ലിംഗ് ഒന്ന് തിരുത്തിയൊക്കെ HY മാറ്റി അവിടെ U ആക്കുക. ക്ലിയർ ആയോ പറഞ്ഞത്? അതന്നെ, മാക്രോ എലമെന്റ്സ്, മാക്രോ ഇക്കണോമിക്സ്. മാക്രോ എന്ന് പറയുന്നത് ലാർജിനെ സൂചിപ്പിക്കുന്നതാണ്. ഹ്യൂജ് എന്നാണ് ഇവിടെ. ആ ഹ്യൂജ് അങ്ങനെ മാറിപ്പോയതാണ്. അടുത്തത് മാൽ പ്രാക്ടീസ്, മാൽ അഡിക്ഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ സാധാരണ ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണ യൂസേജിൽ കമ്മ്യൂണിക്കേഷനിൽ മാൽ പ്രാക്ടീസ്, മാൽ അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞു. ബാഡ് ഓർ അൺയൂഷ്വൽ എന്നാണ്. ബാഡ് ഓർ അൺയൂഷ്വൽ എന്നതിനെ സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ മാൽ മീൻസ് അതിനകത്ത് എന്താ പറയാ മായം ചേർത്തത് അല്ലെ, അതായത് എന്താ പറയാ ശരി ഒറിജിനൽ അല്ലാത്തത്, അൺയൂഷ്വൽ ആയത്, യൂഷ്വൽ അല്ലാത്തത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ബാഡ് മോശമാണ് ഉദ്ദേശിക്കുന്നത്. മാൽ അഡ്ജസ്റ്റ്മെന്റ്, നമ്മൾ ശരിയായ രീതിയിലുള്ളതല്ലാത്ത പ്രാക്ടീസസ്, മാൽ പ്രാക്ടീസ്. ശരിയായ രീതിയിൽ എന്താണ് ചെയ്യുന്നത്, പക്ഷെ അതിനല്ലാതെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നേരായ മാർഗത്തിലൂടെ അല്ലാതെ അതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് MAL എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ആണ് ഉപയോഗിക്കുക. MEDI എന്ന് പറഞ്ഞിട്ട് അതിന്റെ അറ്റത്ത് ഒരു ഹൈഫ്രട്ട് നമുക്കറിയാലോ. പ്രിഫിക്സ് എന്ന് പറയുന്നത് ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ലെറ്റേഴ്സ് ഇങ്ങനെ കൂട്ടി ഒരു വേർഡിന്റെ മുമ്പിൽ ചേർക്കുന്നതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ഭാഗം കൂടി ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ MEDI ഒരു ഹൈഫ്രട്ട്, മിഡിൽ, മീഡിയം, മിഡിൽ എന്നൊക്കെയാണ്. ആ വേർഡിൽ നിന്നാണ് മിഡിൽ എന്ന് പറയുന്ന MEDIയുടെ പ്രിഫിക്സ് വന്നിരിക്കുന്നത്. അടുത്തത് മെഗാ. മെഗാ നമ്മുടെ മാക്രോ പോലെ തന്നെ വിച്ച് മീൻസ് ഹ്യൂജ്. ഹ്യൂജ് എന്ന് തന്നെ മീനിങ് വരുന്ന വേർഡാണ് മെഗാ. മെഗാ, മെഗാ CBL എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, കേട്ടത് ഇഷ്ടം പോലെ. അപ്പൊ മെഗാ മീൻസ് ഹ്യൂജ് തന്നെയാണ്. അടുത്തത് MELAN, മെലാൻ. മെലാൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് റിലേറ്റിംഗ് ടു എ കളർ വിച്ച് ഇസ് ബ്ലാക്ക്. ബ്ലാക്ക് കളറുമായിട്ട് ബന്ധപ്പെട്ട മെലാനിൻ എന്ന് പറയാലോ അല്ലെ. നമ്മുടെ ഹെയറിന് അതുപോലെ തന്നെ സ്കിന്നിനൊക്കെ അതിന്റെ കളേഴ്സ് കൊടുക്കുന്നതാണ്. ഹെയറിന് അതിന്റെ എന്താ പറയാ ബ്ലാക്ക് കളർ നിലനിർത്തുന്നത് ഒക്കെ മെലാനിന്റെ അളവാണ്. നമ്മളിങ്ങനെ പരസ്യങ്ങളൊക്കെ കേൾക്കും, ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വേർഡ് ഉപയോഗിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, മെലാനിൻ എന്ന് MELAN ബ്ലാക്കിനെ സൂചിപ്പിക്കുന്നതാണ്. അടുത്ത MENINGO/O ആണ്. MENINGO മെംബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടതാ, റിലേറ്റിംഗ് ടു എ മെംബ്രെയിൻ. മെനിഞ്ചസ് അല്ലെ, നമ്മുടെ മെംബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെനിഞ്ചൈറ്റിസ് എന്നതിന് നമുക്ക് എക്സാമ്പിൾ ഉപയോഗിക്കാം. മെനിഞ്ചൈറ്റിസ്. ഓക്കെ, അടുത്തത് മൈക്രോ. മാക്രോന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡാണ് മൈക്രോ, വിച്ച് മീൻസ് ടൈനി, ചെറുത് എന്നർത്ഥം വരുന്ന മൈക്രോ. മൈക്രോന്റെ പ്രിഫിക്സിന്റെ മീനിങ് അതാണ് ടൈനി. മോണോ മീൻസ് മോണോ ആക്ട് കേട്ടിട്ടുണ്ടല്ലോ, ഒരാളത്തേക്ക് ചെയ്യുന്ന ആക്ട് ആണ് അല്ലെ, മോണോ ആക്ട്. മോണോ മീൻസ് സിംഗിൾ, അത് തന്നെയാണ്. അപ്പൊ അവിടെ അത് സാധാരണ ഉപയോഗിക്കുന്ന ഭാഷയിലും നമ്മൾ മോണോ എന്ന് പറയുന്നത് സിംഗിൾ എന്ന മീനിങ് തന്നെയാണ് കൊടുക്കുക, മെഡിക്കൽ ഫീൽഡിൽ മാത്രമല്ല. ഓക്കെ, അടുത്ത MYEL/O റിലേറ്റിംഗ് ടു സ്പൈനൽ കോഡ് ഓർ ബോൺ നാരോ, അതുമായി ബന്ധപ്പെട്ടതാണ്. സ്പൈനൽ കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള MYEL, മൈനൽ ഷീത്ത്. ഓക്കെ, മയൽ/O ആണ്. അത് റിലേറ്റിംഗ് ടു സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. MY/O ആണ് മസിലുമായിട്ട് ബന്ധപ്പെട്ടത്. MY/O റിലേറ്റിംഗ് ടു മസിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് NAS/O ആണ് റിലേറ്റിംഗ് ടു നോസ് നേസൽ പാസേജ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ.
NAS/O, nasal, naso, that means which is relating to nose, നമ്മുടെ മൂക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് NE/O, new, new എന്ന് പറയുന്ന അർത്ഥം വരുന്ന ഒരു പ്രിഫിക്സ് ആണ്. NEPHR, നെഫ്രോളജി, അതിന് എക്സാമ്പിൾ പറയാം. റിലേറ്റിംഗ് ടു കിഡ്നി, നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കേട്ട ഒരു വേർഡ് തന്നെയാണ്. അടുത്തതും അതുപോലെ നെഫ്രോയും അതുപോലെ തന്നെ ന്യൂറോയും. ന്യൂറോളജി is a department which relates to nervous system, human nervous systemവുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി. NEUR/O കേട്ടോ. അത് അങ്ങനെ തന്നെയാണ് ആ ഒരു പ്രിഫിക്സ് തരാം. അത് ഇൻവെർട്ടർ കോമയിൽ തരും. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ പ്രിഫിക്സ് NEUR/O, അത് ഇൻവെർട്ടർ കോമയിൽ തരും. അപ്പൊ റിലേറ്റീവ് ടു നെർവ് സിസ്റ്റം. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതണം. അടുത്തത് NOCT, നൈറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രാത്രിയുമായി ബന്ധപ്പെട്ടതാണ് NOCT, നോക്ട് എന്ന് പറയുന്ന പ്രിഫിക്സ്. OLIG, നമുക്ക് ഇതിന്റെയൊക്കെ നിങ്ങൾക്ക് ഈ പ്രിഫിക്സുകളൊക്കെ വെറുതെ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ വേണമെങ്കിൽ ഇത് മാത്രം മെഡിക്കൽ ടേംസ് തന്നെ അടിച്ചു കൊടുത്താൽ മതി. ഒരുപാട് പ്രിഫിക്സുകൾ ആൽഫബറ്റിക് ഓർഡറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ആ എന്താ പറയാ പ്രിഫിക്സിന്റെ മീനിങ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിള്, ആ എക്സാമ്പിളിന്റെ എക്സ്പ്ലനേഷൻസ്, ചിലപ്പോൾ എന്തെങ്കിലും രോഗമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊസീജിയർ ഹോസ്പിറ്റൽസിൽ നടക്കുന്നതായിരിക്കാം, പേഷ്യന്റുകളുടെ ഏതെങ്കിലും അവസ്ഥകളായിരിക്കാം, സിറ്റുവേഷൻസ് ആയിരിക്കാം. അങ്ങനെ എന്താണോ അതിനുള്ള എക്സാമ്പിളും അത് ഡെഫിനേഷൻസും ആയിട്ടൊക്കെ അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും എക്സ്പ്ലനേഷൻസ്. നമുക്ക് അതിലേക്കൊന്നും പോകേണ്ട ആവശ്യകത ഇല്ല. കാരണം ഇറ്റ് വിൽ നോട്ട് ബി സഫിഷ്യന്റ്. നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ അതിന് ചിലപ്പോ അത്രയും അത് മതിയാവില്ല. അതൊക്കെ പഠിച്ച് അതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻ അത് എന്താണ്, നമുക്ക് ഇത് ഓരോ ഹോസ്പിറ്റൽസിന്റെ ഓരോ മുക്ക് മൂലയും മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പൊ ജസ്റ്റ് എങ്കിലും അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെന്നെങ്കിലും ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽ പെടും ചിലപ്പോഴൊക്കെ. അപ്പൊ നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കാം, നമ്മളും അതിനെക്കുറിച്ച് അവെയർ ആണ്, നമുക്കും അതിനെ കുറിച്ചുള്ള നോളജുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും ആൻഡ് ഇതെല്ലാം ഇതിന്റെയൊക്കെ ഷോർട്ട് ഫോംസ് ആണെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാ, ഏത് രോഗമാണ്, അതെന്താ, അതിന്റെ എക്സ്പ്ലനേഷൻ, അതൊക്കെ നമുക്ക് തേടി പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്രയും മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതായത് ഡോക്ടേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളോ അതിന്റെ പ്രൊസീജിയേഴ്സും ഒക്കെ നമുക്ക് അതിന്റെ ഫർദർ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ, നിങ്ങൾക്ക് കൂടുതൽ അറിവ് നേടണമെങ്കിൽ യു ക്യാൻ സെർച്ച് ഇറ്റ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കി അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് അടക്കം നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, അതിന് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ സമയപരിധി അതിന് ഒരു വലിയ ലിമിറ്റേഷൻ ആയിട്ട് വരും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്ത OLIG/O, ഒലിഗോപോളി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. ടൈനി, ലാക്കിംഗ്, ഡെഫിഷ്യന്റ്, അത് ആവശ്യത്തിനില്ലാത്തൊരു അവസ്ഥ കേട്ടോ. ചെറുതെന്നോ അല്ലെങ്കിൽ ആവശ്യത്തിന് ഉതകാത്തതെന്നോ എന്നൊക്കെ പറയുന്നത് ഡെഫിഷ്യന്റ്, ലാക്കിംഗ് എന്നൊക്കെ, ലാക്ക് ഓഫ് എന്നൊക്കെ പറയാം അതിന്റെ മീനിങ്. അടുത്തത് ഊഫർ, OOPHOR, അവിടെ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. ഊഫർ എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു ഓവറീസ് ആണ്. നെർവസ് സിസ്റ്റം എന്നൊന്ന് മാറ്റാം. ആ നെർവസ് മാറ്റി ആ നെർവസ് സിസ്റ്റം എന്നില്ലേ, അത് നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ ന്യൂറോന്റെ മീനിങ് ആണ് അവിടെ അത് ടൈപ്പ് ചെയ്ത് വന്നത്. റിലേറ്റിംഗ് ടു ഓവറീസ്, ഓവറി ഒന്ന് തിരുത്തി ചെയ്താൽ OVARIES, ഓവറീസ് എന്ന് മതി. നെർവസ് സിസ്റ്റം എന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് അവിടെ ഓവറീസ് എന്നാക്കുക. റിലേറ്റിംഗ് ടു ഓവറീസ്, OOPHOR/O. തിരുത്തിയോ? തിരുത്തി തന്നെ എഴുതണം. ഓക്കെ, യെസ്. അടുത്തത് ഒഫ്താൽ, നമുക്കറിയാലോ. OPHTHALM/O, ഒഫ്താൽ. ഒഫ്താൽ എന്തിനു വേണ്ടിയിട്ടുള്ള റിലേറ്റിംഗ് ടു ഐ. അതിന് എക്സാമ്പിൾ ഒഫ്താൽ എന്ന് പറയുന്ന ചേർത്ത് പ്രിഫിക്സ് ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പഠന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഒഫ്താൽമോളജി അല്ലെ, നമുക്കറിയാം. അടുത്തത് ORCHID/O, ഓർക്കിഡ്/O എന്നാണ്. റിലേറ്റിംഗ് ടു ടെസ്റ്റിക്കിൾസ്, ടെസ്റ്റിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ORCHID/O എന്നും അതുപോലെ ORCHI/O രണ്ടും ഒരേ മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ORO മൂന്നെണ്ണം ഉണ്ട് കേട്ടോ, റിലേറ്റിംഗ് ടു ടെസ്റ്റിക്കിൾസ്. അത് മൂന്നും കൂടി കോമൺ ആയിട്ട് ഒരു മീനിങ് ആണ്. റിലേറ്റിംഗ് ടെസ്റ്റിക്കിൾസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ORCHID അല്ലെങ്കിൽ ORCHI/O. അടുത്തത് ORO. ഓക്കെ, അടുത്ത ഓർത്തോ, ORTHO, ഡയറക്റ്റ്, നോർമൽ എന്നൊക്കെ അർത്ഥം. നോർമൽ ആയിട്ടുള്ളത് എന്നുള്ളത് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ മീൻ ചെയ്യുന്ന ORTHO. അടുത്തത് OSTE/O, OSTE/O എന്താ, അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് റിലേറ്റിംഗ് ടു ബോൺ. ബോണുമായിട്ട് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ.
അതായത് എന്താണത് റിലേറ്റിംഗ് ടു ബോൺ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന അല്ലെ രോഗം. അതായത് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് ബോൺ സംബന്ധമായിട്ടുള്ള രോഗമാണ്. അടുത്തത് OT/O. OT എന്താ /O? റിലേറ്റിംഗ് ടു ഇയർ, നമ്മുടെ കാതുമായിട്ട് ചെവിയുമായിട്ട് ബന്ധപ്പെട്ടത് എന്നർത്ഥം വരുന്ന OT/O. അപ്പൊ ഇത്രയും 90 വരെയുള്ള 65 കഴിഞ്ഞ് 66 മുതൽ 90 വരെയുള്ള പ്രിഫിക്സുകളാണ് ഈ ഒരു പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. വേണ്ടത് പഠിക്കേണ്ടത് ഏതൊക്കെയാണെന്നൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, ഫസ്റ്റ് വൺ മാക്രോ. മാക്രോ ഹ്യൂജ് എന്നർത്ഥം വരുന്ന മാക്രോ. അടുത്തത് മെഗാ, അതും മാർക്ക് ചെയ്യുക, രണ്ടും ഒരേ മീനിങ് ആണ്, ഹ്യൂജ് തന്നെ. നെക്സ്റ്റ് വൺ മെലാൻ, MELAN, മെലാനിൻ, ബ്ലാക്ക് എന്നെ സൂചിപ്പിക്കുന്ന മെലാൻ. ദെൻ മൈക്രോ, ടൈനി, മൈക്രോ. അടുത്തത് NEPHR/O, നെഫ്, റിലേറ്റിംഗ് ടു കിഡ്നി, NEPHR/O. അടുത്തത് NEUR/O, ന്യൂറോ, നെർവസ് സിസ്റ്റം, റിലേറ്റിംഗ് ടു nervous system. അടുത്ത ഒഫ്താൽ, OPHTHALM/O, ophthalmo, that is relating to eye. ഓക്കെ, എത്ര മാർക്ക് ചെയ്തു? എത്ര മാർക്ക് ചെയ്തു? 7 അല്ലേ? 7 എണ്ണം. ഓക്കെ, 7 എണ്ണമാണ് ഈ ഒരു പേജിൽ നമ്മൾ മാർക്ക് ചെയ്തു. വേഗം വായിച്ചു നോക്കിയാൽ 7 എണ്ണം. അറുപത്തേഴ്, 70, 71, 79, 80, 84. ഓക്കെ, അടുത്ത പറഞ്ഞോട്ടെ. ഓക്കെ, യെസ്, അടുത്തത് 91 പാര, PARA. അപ്പുറത്ത് ഒരു ഹൈഫൻ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ പാര എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്രിഫിക്സ് ചേർത്തിരിക്കുന്നതാണ് അതിന്റെ മീനിങ്. ബിസൈഡ്, അടുത്തുള്ളത് എന്നൊക്കെ അർത്ഥം വരുന്ന ബിസൈഡ്, അലോങ് സൈഡ് എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. PARA. അടുത്തത് PATH/O, പാത്തോളജി എന്ന് കേട്ടിട്ടുണ്ടല്ലോ, റിലേറ്റിംഗ് ടു ഡിസീസ്, എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ടത്. പാത്തോളജി, സ്റ്റഡി ഓഫ് ഡിസീസ് ആണ്. അപ്പൊ റിലേറ്റിംഗ് ടു എനി സ്റ്റഡി ഓഫ് ഡിസീസ്, അതാണ് പാത്തോളജി. അപ്പൊ PATH/O റിലേറ്റിംഗ് ടു ഡിസീസ് എന്ന മീൻ ചെയ്യുന്ന പ്രിഫിക്സ് ആണ്. PER, that means ത്രൂ എന്നർത്ഥം വരുന്നതാണ് PER. PERI എന്ന് പറയുമ്പോ എറൗണ്ട്. ഇതൊക്കെ പ്രിസ്ക്രിപ്ഷൻസിലും അവർക്ക് പല രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ എറൗണ്ട് എന്ന്, ത്രൂ എന്നൊക്കെ വേർഡ് എഴുതാതെ അതിന് പകരം ഈ പറയുന്ന പ്രിഫിക്സുകളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. അപ്പൊ അത്തരം പ്രിഫിക്സുകളൊക്കെ ഉപയോഗിച്ച് അതിന്റെ അവർക്ക് അവർ മനസ്സിലാക്കിക്കൊള്ളണം അത് ഇന്നതാണ്. ബിക്കോസ് അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മളിത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോകുമ്പോ അവരതൊക്കെ കൃത്യമായിട്ട് അറിയണം. ഇന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോർട്ട് ഫോംസ് അല്ലെങ്കിൽ ഈ ഒരു പ്രിഫിക്സ്, സഫിക്സ് ഒക്കെ ഉപയോഗിക്കുന്നതെന്ന് അവർ അത് അറിയണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പഠിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അറിയാം. അടുത്തത് PHAG, ഫാഗ്, റിലേറ്റിംഗ് ടു ഈച്ച് അല്ലെ. നമുക്കറിയാം ഈസോഫാഗസ് എന്നൊക്കെ പറയുന്നത് ഒരു അവയവമാണ്. അപ്പൊ ഫാഗ്, PHAG, റിലേറ്റിംഗ് ടു ഈച്ച്, നമുക്ക് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഫാരിംഗോ, PHARYNG/O, റിലേറ്റിംഗ് ടു ത്രോട്ട് ഓർ ഫാരിങ്സ്. ഫാരിങ്സ് അല്ലെങ്കിൽ ത്രോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിഫിക്സ് ആണ് PHARYNG/O. അടുത്തത് PHLEB, ഫ്ലെബ്, ഫ്ലെബോട്ടമിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആരായിരുന്നു അത്? ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചതാണോ? ലബോറട്ടറി സർവീസസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് എന്താ പറയാ ലാബിലുള്ള
ഓരോ ആളുകളുടെ അവരുടെ ഫംഗ്ഷൻസും അവരെന്തൊക്കെയാ ചെയ്യുന്നതെന്നുള്ളതൊക്കെ പ്രത്യേകം തരംതിരിച്ചാണ് പറഞ്ഞത്. ഫ്ലബോട്ടമിസ്റ്റ് റിലേറ്റിംഗ് ടു വെയിൻ, അതായത് നമ്മുടെ ഞരമ്പൊക്കെ എടുത്തിട്ട് എന്താ പറയാ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്യുന്ന ആളുകളാണ്. അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലാബിലെ ജോലിക്കാരാണ്, സ്റ്റാഫുകളാണ്. അപ്പൊ PHLEB/O എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു വെയിൻ ആണ്. അടുത്തത് സ്പെല്ലിംഗ് ചെറുതായിട്ടൊന്ന് തെറ്റിയിട്ടുണ്ട്. ന്യൂമോണിയ എന്നൊക്കെ നമ്മൾ അറിയാലോ, റിലേറ്റിംഗ് ടു റെസ്പിറേഷൻ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങളൊക്കെ വന്ന് അത് ന്യൂമോണിയ ഒക്കെ ആകാം. നമ്മുടെ എന്താ പറയാ ശ്വാസം വലിക്കുന്നത്, ലങ്സുമായിട്ട് ബന്ധപ്പെട്ടത്, അങ്ങനെയൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡാണ്. പക്ഷെ എന്റെ സ്പെല്ലിംഗ് PNEUM എന്നാണ്. PE അല്ല, PNEUM. എന്നും ഇയും അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മാറി കിടത്താണ്, നമ്മളൊന്ന് തിരിച്ചു ചെയ്യുക. PNEUM/O റിലേറ്റിംഗ് ടു ലങ്സ്, എയർ ഓർ റെസ്പിറേഷൻ. വായു സംബന്ധമായിട്ടുള്ളത്, ശ്വാസകോശം സംബന്ധമായിട്ടുള്ളത്, റെസ്പിറേഷൻ സംബന്ധമായിട്ടുള്ളത് അതൊക്കെയാണ്. അതിനെ ബാധിക്കുന്ന അസുഖമാണല്ലോ ന്യൂമോണിയ. POLY പോളി മീൻസ് പോളിഗോൺസ് കേട്ടിട്ടുണ്ടല്ലോ. പോളിഗോൺസ് ബഹുഭുജങ്ങൾ, ബഹു മൾട്ടി എന്നാണ് അർത്ഥം കേട്ടോ. MULTI മൾട്ടി പക്ഷെ കുറെ ഉണ്ടെന്ന് അർത്ഥം. പോളിഗോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ക്വയർ, റെക്ടാങ്കിള്, ട്രയാങ്കിള്, അതുപോലെ തന്നെ പെന്റഗൺ, ഒക്ടാഗൺ എന്നൊക്കെ പറയുന്നതൊക്കെ അതൊക്കെ പോളിഗോൺസിന്റെ വിവിധ, അതായത് പോളിഗോൺസിനെ പലതായിട്ട് ഇങ്ങനെ തരംതിരിച്ചിട്ട് എല്ലാത്തിനും കൂടി നമ്മൾ ഇങ്ങനെ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് പോളിഗോൺസ് എന്ന്. അതുപോലെ പോളിടെക്നിക് അല്ലെ, വിവിധങ്ങളായിട്ടുള്ള ടെക്നിക്കൽ വിഭാഗം കൈകാര്യം ചെയ്യാനുള്ളത്. അതുകൊണ്ട് മൾട്ടി എന്നാണ് അതിന്റെ മീനിങ്. അത് സാധാരണയും ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെയാണ്, ഇവിടെ ഹോസ്പിറ്റൽസിലും അത് തന്നെയാണ്. പോസ്റ്റ് എന്ന് പറയുന്നതും കോമൺ ആയിട്ട് യൂസേജിലുള്ള ഒരു ടേം ആണ്. പോസ്റ്റ് മീൻസ് ആഫ്റ്റർ, ബിഹൈൻഡ് അല്ലെ. പോസ്റ്റ് ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ളത്. പോസ്റ്റ് പാർട്ടം പീരീഡ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, ആഫ്റ്റർ ചൈൽഡ് ബർത്തിന് ശേഷമുള്ള പീരീഡ്. ഓക്കെ, പ്രീ അതുപോലെ തന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അതേ വേർഡ് തന്നെയാണ്. മീനിങ് ബിഫോർ, പ്രീ ഡിഗ്രി, ഡിഗ്രിക്ക് മുമ്പുള്ളത്. ഇപ്പൊ അത് മാറി, പ്രീ ഡിഗ്രിക്ക് മുമ്പുള്ളതിനെ +2 എന്ന പേരിലാക്കി മാറ്റിയത് മാറി. ഓക്കെ, PRO പ്രോ, ബിഫോർ, ഇൻ ഫ്രണ്ട് ഓഫ് അല്ലെ, പ്രോ. അതുപോലെ തന്നെ ഇൻ ഫ്രണ്ട് ഓഫ് എന്നും അതുപോലെ ബിഫോർ എന്നും ഉപയോഗിക്കുന്നുണ്ട് പ്രോക്ക്. PROCT/O റിലേറ്റിംഗ് ടു ദ റെക്ടം. റെക്ടം എന്താണ്? നമ്മുടെ ലാർജ് ഇൻറ്റെസ്റ്റൈനിന്റെ ഒരു ലാസ്റ്റ് പാർട്ടാണ്, എൻഡ് പാർട്ടിനെയാണ് നമ്മൾ റെക്ടം എന്ന് വിളിക്കാം. കോളൻ ആൻഡ് റെക്ടം അല്ലെ. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ ഒക്കെ നമ്മൾ പഠിച്ചല്ലോ, ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ലാർജ് ഇൻറ്റെസ്റ്റൈനിന്റെ ഒരു എൻഡ് പാർട്ട്, അതിന്റെ അറ്റത്തുള്ള ഒരു ഭാഗം, അതിനെയാണ് എന്താ പറയാ റെക്ടം എന്ന് വിളിക്കുക. അതുമായി ബന്ധപ്പെട്ടതിനെ സൂചിപ്പിക്കാൻ PROCT/O എന്ന ഒരു പ്രിഫിക്സ് ആണ് ഉപയോഗിക്കുക. അടുത്തത് എന്താണ്? സ്യൂഡോ, PSEUD/O. സ്പെല്ലിംഗ് കറക്റ്റ് ആണ് സ്യൂഡോ എന്നുള്ളത്. പക്ഷേ P സൈലന്റ് ആണ് കേട്ടോ, സ്യൂഡോ എന്നാണത്. പക്ഷെ അതിന്റെ മീനിങ് ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ടേക്ക് എന്നാണ്. ഇറ്റ്സ് ഫേക്ക് എന്നാണ് അല്ലെ, ഫേക്ക് എന്നല്ലേ. സ്യൂഡോ സയൻസ് കേട്ടല്ലേ, സ്യൂഡോ സയൻസ് കേട്ടോ നിങ്ങള്? സയൻസിന്റെ എതിരായിട്ടുള്ളത്, ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ളത്, അല്ലെ ശാസ്ത്രത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് സ്യൂഡോ സയൻസ്, ഫേക്ക് സയൻസ് ആണ്. ഫേക്ക് എന്നാക്കുക, ടേക്ക് മാറ്റി ഫേക്ക് ആക്കുക. ആ ഒരു അക്ഷരം തിരിഞ്ഞു മറന്നുപോയി. ചെയ്തോ? സ്യൂഡോപോഡിയ F ആക്കിയോ? അത് പിന്നീട് തിരുത്തിയില്ലാന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തിരുത്തി അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. എന്റെ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ടിലാണ് ഒരു ചെറിയ കറക്ഷൻ. നിങ്ങളുടെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാം. ഫേക്ക്, ഫോൾസ്, തെറ്റായത് എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. അടുത്ത PSYCH/O നമുക്കറിയാം എപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന, എല്ലാ ദിവസവും എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സൈക്കോ അല്ലെ. സൈക്കോ വിച്ച് ഈസ് റിലേറ്റിംഗ് ടു മൈൻഡ്, നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ് സൈക്കോ. സൈക്കോളജി ദ സ്റ്റഡി ഓഫ് മൈൻഡ്, നമ്മുടെ മൈൻഡിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് സൈക്കോളജി. സോ സൈക്കോ മാത്രം മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രിഫിക്സ് ആണ്. അതിന്റെ കൂടെ വേറെ കാര്യങ്ങളൊക്കെ ചേർത്ത് വേറെ വരുമ്പോൾ മാറും, റിലേറ്റിംഗ് ടു മൈൻഡ്. അടുത്തത് PULM, പൾമനോളജിസ്റ്റ്, പൾമനറി ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയുന്നത് റിലേറ്റിംഗ് ടു ലങ്സ്, ലങ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ PUR റിലേറ്റിംഗ് ടു പസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. PUR എന്ന് പറയുന്ന പ്രിഫിക്സ്. PUS പസ് ആണ്. അടുത്തത് എന്താ? പയലോ, PY
ഉണ്ടല്ലേ, ഞാൻ കണ്ടില്ല. PYEL/O പൈലോ റിലേറ്റിംഗ് ടു പെൽവിസ് അല്ലെങ്കിൽ കിഡ്നി അല്ലെങ്കിൽ പെൽവിസുമായിട്ട് ബന്ധപ്പെട്ടതാണ് PYEL/O എന്ന പ്രിഫിക്സ്. PY/O അത് റിലേറ്റിംഗ് ടു പസ് തന്നെയാണ്, നേരത്തെ പറഞ്ഞത് തന്നെ കേട്ടോ, രണ്ടും തന്നെയാണ്. അടുത്തത് വരുന്നത് 3 രീതിയിൽ ഫോർ എന്ന് മീൻ ചെയ്യുന്ന ഒരു പ്രിഫിക്സുകളാണ്. ക്വാഡർ, ക്വാഡ്രി, അതുപോലെ ക്വാഡ്. ഇതൊക്കെ ക്വാർട്ടർ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ അതും ഉപയോഗിക്കുന്നുണ്ട്. QUAR മാത്രമാണെങ്കിലും ഫോറിനെ സൂചിപ്പിക്കുന്ന QUADRI എന്ന് പറയുന്നതും ഫോറിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, ഇതെല്ലാം ഫോർ എന്ന് മീൻ ചെയ്യുന്ന ഒരു വേർഡുകളാണ്, പ്രിഫിക്സുകളാണ്. RETR/O ബാക്ക്വേർഡ് ഓർ ബിഹൈൻഡ്. റെട്രോ, RETR/O ബിഹൈൻഡ് ഓർ ബാക്ക്വേർഡ്. അടുത്ത് RHIN/O റിലേറ്റിംഗ് ടു നോസ്. ഓക്കെ, നോസുമായിട്ട് റിനോസ്കോപ്പ് നമ്മുടെ മൂട്ടി കൂടിയൊക്കെ ഇങ്ങനെ കറക്കി വിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടോ, ഉള്ളിലൊക്കെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം, ഒരു ഉപകരണമാണ് റിനോസ്കോപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അത്തരം പ്രിഫിക്സ് ഉപയോഗിച്ച് ചേർക്കുന്നതാണ്. സ്ലീപ്പിംഗ്/O റിലേറ്റിംഗ് ടു ട്യൂബ്. ട്യൂബുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്ലീപ്പിംഗ്/O. SLEEPING/O റിലേറ്റിംഗ് ടു ട്യൂബ്. അപ്പൊ ഇത്രയും വേർഡ്സ് ആണ്, പ്രിഫിക്സ് വേർഡ്സ് ആണ് നമുക്ക് ഈ ഒരു പേജിൽ പഠിക്കാനുള്ളത്. മാർക്ക് ചെയ്യാം. 92 path/O പാത്തോളജിയുടെ. അടുത്തത് PERI പെരി, അറൗണ്ട്. പെരികാർഡിയം എന്നൊക്കെ അതിൽ നിന്ന് വന്നിരുന്നതാണ് കേട്ടോ, പെരികാർഡിയം. ഓക്കെ, അടുത്തത് ഫ്ലബ്, PHLEB/O ഫ്ലബ് റിലേറ്റിംഗ് ടു വെയിൽ. ഫ്ലബോട്ടമിസ്റ്റ് വന്നേക്കുന്നത് അങ്ങനെയാണ്. PHLEB/O. അതിന്റെ തൊട്ട് താഴെയുള്ള 98 ന്യൂമോ റിലേറ്റിംഗ് ടു ലങ്സ്, എയർ ഓർ റെസ്പിറേഷൻ. PNEUM/O ന്യൂമോ. അടുത്തത് സ്യൂഡോ, സൈക്കോ, പൾമോ. ഇത് മൂന്നും അടുപ്പിച്ചുള്ളത് 104, 105 and 106. 106 വരെ, 104, 105, 106. ഓക്കെ, അടുത്തത് RHIN/O റിനോ റിലേറ്റിംഗ് ടു നോസ്. ഓക്കെ, എത്ര ഉണ്ടെന്ന് 8 അല്ലേ? യെസ്, 8 ഒന്ന് 8 ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് ആർക്കെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ അവരൊന്ന് കറക്റ്റ് ചെയ്തോട്ടെ. 8 ഒന്ന് ടൈപ്പ് ചെയ്ത നമ്പർ ഒന്ന് ഇട്ടേ ആരെങ്കിലും. പെട്ടെന്ന് ബാക്കിയുള്ളവരൊന്ന് വായിച്ചു നോക്കിയേ. 8 മാത്രം. ഇപ്പൊ നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞ 8 ഒന്നും എല്ലാവരും വായിച്ചു നോക്കാം. അതാണ് പറഞ്ഞത്. ഒന്ന് ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തേ. 8 നമ്പർ ഒന്ന് ഇട്ട് കൊടുത്താൽ കൊടുത്തോ? ഓക്കെ, യെസ്, മാർക്ക് ചെയ്തെങ്കിൽ അടുത്ത പേജിലേക്ക് പോയാലോ? ഓക്കെ, യെസ്. അപ്പൊ ഇനി 116th 116ാമത്തെയാണ്. അതിനകത്ത് ആദ്യം തന്നെ ഒരു തെറ്റുണ്ട്, അതുകൊണ്ട് അതൊന്ന് തിരിച്ചിട്ട് നമുക്ക് വായിക്കാം. അവിടെ കിടക്കുന്ന DCLERO എന്നാണ്, പക്ഷെ അത് D അല്ല, സ്ക്ലീറ എന്ന് പറയുന്ന S ആണ് അവിടെ ആദ്യം വരുന്നത് കേട്ടോ. ആ D മാറ്റി അവിടെ തൊട്ടപ്പുറത്ത് നിങ്ങളുടെ അതിന്റെ മീനിങ്ങിൽ അവിടെ കിടക്കുന്നത് അല്ലെ. സ്ക്ലീറ തന്നെയാണ്, റിലേറ്റീവ് ടു സ്ക്ലീറ, ഹാർഡ് എന്നൊക്കെ മീൻ ചെയ്യുന്ന ഒരു പ്രിഫിക്സ് ആണ്. S ആണ് അവിടെ വേണ്ടത്, SCLERO കേട്ടോ, /O. അടുത്തത് സെമി മീൻസ് ഹാഫ് ഓർ പാർഷ്യൽ. സെമി സർക്കിൾ പകുതി അല്ലെ, അർദ്ധവൃത്തം.
സെമി എന്താ പറയാ എന്ന് മീൻ ചെയ്യുന്ന ഹാഫ് അല്ലെങ്കിൽ പാർഷ്യൽ ഭാഗികമായത് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അതിന്റെ പ്രിഫിക്സ് SEMI ആണ്. അടുത്ത സബ് SUB ഒരു ഹൈഫൻ ഇടുന്നത് അണ്ടർ സംവാട്ട്. അണ്ടർ സംവാട്ട് മീൻ ചെയ്യുന്ന SUB. സൂപ്പർ എബവ് അബൻഡന്റ് മോർ ദാൻ നോർമൽ നോർമലിനേക്കാൾ കൂടുതൽ അബൻഡന്റ് ധാരാളം എബവ് എന്നൊക്കെ അർത്ഥം വരുന്ന SUPER എന്നാണ്. അടുത്തത് സുപ്ര അതും എബവ് തന്നെയാണ്. എബവ് മീൻസ് മുകളിലുള്ളത് എന്നൊക്കെ. അടുത്തത് ടാക്കി TACHY ടാക്കി സ്പീഡി സ്പീഡി റിക്കവറി എന്നൊക്കെ സൂചിപ്പിക്കാനൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ TACHY സ്പീഡി എന്നാണ് മീനിങ്. അടുത്തത് വിച്ച് ഇസ് റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ അതിന്റെ അർത്ഥം വരുന്ന പ്രിഫിക്സ് തെർമ THERM തെർമോമീറ്റർ അല്ലെ. ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഇൻസ്ട്രുമെന്റ് ആണ്, എക്യുപ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് THERM റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ ആണ്. THORAC /O which is relating to ചെസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന THORAC ടൊറാക് ആണ്. അടുത്തത് ട്രാൻസ് ടു ദ അതർ സൈഡ് ഓഫ് ട്രാൻസ് TRANSF നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉണ്ടല്ലോ. എന്താ പറയാ ടു ദ അതർ സൈഡ് ഓഫ് എന്നുള്ള മീനിങ് ആണ് ഇന്ന് വരിക. TRI ട്രീ ട്രിക്കളർ ട്രൈ എന്നൊക്കെ വായിക്കാം. ട്രിക്കളർ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ 3 വർണ്ണം അല്ലെ. നമ്മുടെ ഫ്ലാഗിന്റെ നിറം ട്രിക്കളർ ആണ്. 3 വർണ്ണങ്ങളാണ്, 3 നിറങ്ങളാണ്. 3 എന്നതിനെ സൂചിപ്പിക്കുന്ന UNI യൂണി എന്നൊക്കെ പറഞ്ഞാൽ 1 എന്നതിന്റെ മീൻ ചെയ്യുന്നതാണ്. VAS/O എന്താണ് വെസലിനെ സൂചിപ്പിക്കുന്ന VAS/O വെസൽ പാത്രം എന്നാണ്. അപ്പൊ 127ാമത്തെ വരെയുള്ളൂ നമ്മളുടെ പ്രിഫിക്സുകൾ. ആ 127ാമത്തെ വരെയുള്ള പ്രിഫിക്സ് ബാക്കിയുള്ളത് കൂടി ഒന്ന് മാർക്ക് ചെയ്യാൻ നിങ്ങൾ കേട്ടാ. സെമി മാർക്ക് ചെയ്യാ. സെമി ടാക്കി മാർക്ക് ചെയ്യാം. ടാക്കി കാർഡിയോഗ്രാം എന്നൊക്കെ പറയുന്നതൊക്കെ എന്താ പറയാ നമ്മളുടെ എന്താ പറയാ റേറ്റ് നോക്കുന്നതാണ് ഇതിന്റെ. അടുത്ത THERM റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ. TRI ട്രൈ 3 എന്നർത്ഥം വരുന്നത്. UNI 1 എന്ന് മീൻ ചെയ്യുന്നത്. അപ്പൊ എത്ര ഉണ്ട്? 1 2 3 4 5 അല്ലേ നോക്കിയേ. 117 121 122 125 ആൻഡ് 126 ഇത്രയുമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും 5 കിട്ടിയോ എന്ന് നോക്കിയേക്കാം. കിട്ടി. Yes. ഓക്കെ. അപ്പൊ നമ്മുടെ പ്രിഫിക്സുകളാണ് ഈ 127 എണ്ണം കണ്ടത്. 127 പ്രിഫിക്സുകളാണ് നമുക്ക് എന്താ പറയാ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് വേണ്ടിയിട്ട് റെഫർ ചെയ്യാനായിട്ട് തന്നേക്കണേ. പഠിക്കാനുള്ളത് നിങ്ങൾക്ക് അടയാളപ്പെടുത്തിയും തന്നിട്ടുണ്ട്. 127 എണ്ണത്തിൽ എത്ര പ്രിഫിക്സ് അടയാളപ്പെടുത്തിയെന്ന് പറഞ്ഞേ. പ്രിഫിക്സ് മാത്രം എത്ര എണ്ണം മാർക്ക് ചെയ്തു എന്നൊന്നും അവിടെ എഴുതി വെച്ചേക്ക്. എത്ര പ്രിഫിക്സ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് മൊത്തം എല്ലാ പേജിലും കൂടി? ഔട്ട് ഓഫ് 127 എത്ര എണ്ണം പഠിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്? ബുദ്ധിമുട്ടാണോ കണ്ടുപിടിക്കാൻ? ഓരോ പേജിൽ എത്ര എണ്ണം മാർക്ക് ചെയ്തെന്ന് നോക്കിയാൽ മതി. 46 യെസ് 46 എണ്ണം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് 1/3 ആണ് മാർക്ക് ചെയ്തേക്കണേ. 3-ൽ 1 ഭാഗം മാത്രമേ നമ്മള് മാർക്ക് ചെയ്തിട്ടുള്ളൂ പഠിക്കാനെന്നുള്ള രീതിയിൽ. ഓക്കെ. അപ്പൊ അടുത്തത് നമുക്ക് നോക്കാം. ഇനി അടുത്തത് കോമൺ സഫിക്സുകളാണ്. സഫിക്സുകൾ കമ്പയർഡ് ടു നമ്മുടെ പ്രിഫിക്സ് കുറച്ച് എണ്ണം കുറവാണ് കേട്ടോ. സഫിക്സുകളുടെ എണ്ണം പ്രിഫിക്സുകളുടെ എണ്ണത്തിന്റെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. 37 സഫിക്സ് പഠിക്കാനുള്ളൂ. അതിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് സഫിക്സുകൾ കുറച്ച് നോക്കാം. ഒന്നാമത് ALGI. അപ്പൊ നമ്മൾ എന്താ സഫിക്സ് എന്ന് പറഞ്ഞേക്കണേ? The letters or words which letter or letters which is added to the end part of a word.
ഒരു വേർഡിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ചേർക്കുന്ന അക്ഷരങ്ങൾ അല്ലെങ്കിൽ അക്ഷരം അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ഒരു കൂട്ടം അതിനെയാണ് നമ്മൾ കോമൺ സഫിക്സുകൾ എന്ന് വിളിക്കാം. അപ്പൊ ആ സഫിക്സുകളും അതിന്റെ കുറച്ച് മീനിങ്സും ആണ് കൊടുത്തേക്കുന്നത്. AGIA എന്ന് പറയുന്ന ആൽഫബറ്റിക് ഓർഡറിലാണ് ഇതൊക്കെ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് റിലേറ്റിംഗ് ടു പെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോ MALGIA എന്ന് പറയുന്ന സഫിക്സ് ഒരു വേർഡ് ചേർത്തിട്ട് അതിന്റെ അപ്പുറത്ത് അറ്റത്ത് ചേർക്കുമ്പോൾ അത് വിച്ച് ഇസ് റിലേറ്റിംഗ് ടു പെയിനുമായി ബന്ധപ്പെട്ടത് എന്ന് കാണിക്കാനാണ്. ASTHEN ഫീബിൾനെസ് എന്ന് വെച്ചാൽ ഒരു അർത്ഥാണ്. ഫീബിൾനെസ്, ടയർഡ്നെസ്. ASTHEN/O ഫീബിൾനെസ് എന്നാണ് അതിന്റെ മീനിങ് ആയിട്ട് വരിക ആ സഫിക്സിന്റെ. BLAST ബ്ലാസ്റ്റ്, ഇമ്മച്വർ സെൽ. മെച്യൂർഡ് അല്ലാത്ത സെൽ അതിനെ സൂചിപ്പിക്കാൻ BLAST എന്ന് പറയുന്ന സഫിക്സ് ആണ് ഉപയോഗിക്കാം. CELE സെലി റിലേറ്റിംഗ് ടു ട്യൂമർ ഓർ സ്വെല്ലിംഗ്. ട്യൂമർ അല്ലെങ്കിൽ സെല്ലിംഗ്, മുഴ അല്ലെങ്കിൽ ഭയങ്കര നീർക്കെട്ട് ആയിട്ട് ഇങ്ങനെ കിടക്കുക, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് CELE എന്ന സഫിക്സ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് സെൻഡിസിസ്, CENTESIS. അതായത് നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബോഡിയിലെ ഒരു ക്യാവിറ്റി എന്തെങ്കിലും പങ്ക്ചർ ആകുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർഗൻ എന്തെങ്കിലും സംഭവിക്കുക. അതായത് സർപ്ലസ് ഫ്ലൂയിഡ് നമ്മളുടെ എന്താ പറയാ എന്തെങ്കിലും അനാലിസിസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ സാമ്പിളിനൊക്കെ വേണ്ടിയിട്ടൊക്കെ എടുക്കുമല്ലോ. റിലേറ്റിംഗ് ടു എ പ്രൊസീജിയർ ഇൻ വിച്ച് ആൻ ഓർഗൻ ഓർ ബോഡി ക്യാവിറ്റി ഈസ് പങ്ക്ച്വേർഡ് ഓഫൺ ടു ഡ്രെയിൻ സർപ്ലസ് ഫ്ലൂയിഡ്. നമ്മുടെ ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള വല്ല ആഘാതമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ നീർക്കെട്ട് പോലെ ഇങ്ങനെ കിടക്കുമ്പോൾ അതിൽ നിന്ന് സർപ്ലസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഒക്കെ ഇങ്ങനെ വലിച്ചൊക്കെ എടുക്കൂലേ, അങ്ങനത്തെ എന്തോ പ്രൊസീജിയർ ആണ്. നമ്മുടെ ബോഡിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓർഗനിൽ നിന്നൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ആ ഒരു ഇതിനെ വലിച്ചെടുക്കുന്ന ഒരു സാമ്പിൾ എടുത്തിട്ട് അത് അനാലിസിസിന് വേണ്ടി മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊസീജിയർ അതിനെയാണ് CENTESIS എന്ന് പറയുന്ന സെൻഡിസിസ് എന്ന സഫിക്സ് കൊണ്ട് ഉപയോഗിക്കുന്നത്. അടുത്ത നമുക്ക് അറിയാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് CYTE സൈറ്റ്, സൈറ്റോളജി വിച്ച് ഈസ് റിലേറ്റഡ് ടു സെൽ. സൈറ്റോളജി സെൽസിനെ കുറിച്ചുള്ള പഠനമാണല്ലോ. സെൽസ്, അതിന്റെ ഫങ്ഷൻസ് അല്ലെ, അതിന്റെ ക്ലാസിഫിക്കേഷൻസ് അങ്ങനെയൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ സൈറ്റ് എന്ന് പറയുന്നത് CYTE എന്ന് പറയുന്ന സഫിക്സ് അത് ഉപയോഗിക്കുന്ന അതിന്റെ മീനിങ് സെല്ലാണ്. ഓക്കെ. ECTOMY സർജിക്കൽ റിമൂവൽ ഓഫ്, സർജറിയിലൂടെ റിമൂവ് ചെയ്തു എന്നർത്ഥം വരുന്ന ECTOMY എന്ന് പറയുന്ന ഒരു സഫിക്സ് ആണ് ഉപയോഗിക്കുക. അടുത്തത് EMIA നമുക്കറിയാം, അനീമിയ ഒക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. റിലേറ്റിംഗ് ടു ദ പ്രസൻസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ബ്ലഡ്, ബ്ലഡിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ പ്രസൻസ്, സാന്നിധ്യം. EMIA അനീമിയ എന്ന് പറയുന്ന ഒരു സഫിക്സ് ആണ്. അതിന്റെ ഉദാഹരണമൊക്കെ നമുക്ക് അനീമിയ, ANE അതിന്റെ കൂടെ എന്താ പറയാ EMIA എന്ന് പറയുന്ന സഫിക്സ് കൂടി ചേർക്കുമ്പോൾ അനീമിയ ആയി മാറും. ബ്ലഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റിലേറ്റിംഗ് ടു ദ പ്രസൻസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ അവർ ബോഡി, ബ്ലഡിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും സബ്സ്റ്റൻസിന്റെ പ്രസൻസ്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പേജിൽ നമുക്ക് കോമൺ സഫിക്സുകൾ ആയിട്ടുള്ളത്. സഫിക്സുകൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാർക്ക് ചെയ്യാം. ഒന്നാമത്തത് തന്നെ മാർക്ക് ചെയ്യണം ALGIA ആൽജിയ, CELE സെലി, CYTE ആൻഡ് ലാസ്റ്റത്തെ EMIA. 4 എണ്ണമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആൽജിയ, CELE സെലി, CYTE site cell, EMIA relating to the presence of substance in body blood. 4 എണ്ണം കിട്ടിയോ? നാലെണ്ണം വേഗം വായിച്ചു നോക്കിയേ സഫിക്സുകള്. ഓക്കെ, അടുത്ത സഫിക്സ് പറയാലോ. 9ാമത് സഫിക്സുകൾ മാത്രം ഒന്ന് തീർക്കാമെന്ന് ഇല്ലേ? സഫിക്സ് കുറവാണ്, ഞാൻ പറഞ്ഞല്ലോ 37 ഉള്ളൂ സഫിക്സ്.
വേണ്ടി നമുക്ക് അടുത്തതിലേക്ക് പോകാം. റൂട്ട് വേർഡ്സിലേക്ക് അല്ലെങ്കിൽ സഫിക്സിൽ വരുന്നത്. ഓക്കെ, യെസ്, ഫസ്റ്റ് വൺ ജെനിക് ആണ്. GENIC, റിസൾട്ടിങ് എന്നാണ് മീനിങ്. ഫോട്ടോജെനിക് അല്ലെ? അപ്പൊ ഫോട്ടോയ്ക്ക് അതിന്റെ റിസൾട്ട്, ഫോട്ടോജെനിക് ആയിട്ടുള്ളതിന്റെ റിസൾട്ട്. ഓക്കെ, അപ്പൊ GENIC ജെനിക്, അതിന്റെ മീനിങ് റിസൾട്ടിങ് എന്നാണ്. അടുത്ത ഗ്രാം, റെക്കോർഡ്, ടു റെക്കോർഡ്, അതായത് നമ്മൾ രേഖപ്പെടുത്തുക. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഹോസ്പിറ്റൽസിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുമ്പോൾ ഡോക്ടേഴ്സ് സ്റ്റാഫുകളോട്, അതായത് നഴ്സുമാരോടൊക്കെ ഇന്ന സാധനമൊക്കെ അവരുടെ ടെസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് റെക്കോർഡിംഗ് വയ്ക്കുക. അപ്പൊ ഗ്രാം, GRAM എന്ന് പറയുന്ന ഗ്രാം എന്ന് പറയുന്ന സഫിക്സ് ആണ് ചേർക്കുക. ഗ്രാഫ് എന്ന് പറയുന്നത് റെക്കോർഡ് ഓൺ ഡിവൈസ് യൂസ് ടു ക്രിയേറ്റ് ദ റെക്കോർഡ്, അതായത് ഈ പറയുന്ന റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഡിവൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കോർഡ്, എന്തെങ്കിലും ആളുകളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരിശോധിച്ചത് റെക്കോർഡ് ചെയ്ത് വെക്കണമല്ലോ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ്, ആ ഒരു ഉപകരണം, അതിനെയാണ് ഗ്രാഫ് എന്ന് വിളിക്കുക. അപ്പൊ GRAPH, ഗ്രാഫ്, ഇറ്റ്സ് എ റെക്കോർഡ് ഓർ ഡിവൈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദ റെക്കോർഡ്, റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെക്കോർഡ് അല്ലെങ്കിൽ ഡിവൈസ്. ITIS, സ്വെല്ലിംഗ് അല്ലെ? നമ്മുടെ ജോയിന്റിൽ ഉണ്ടാകുന്ന സ്വെല്ലിംഗ്. ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ആർത്രോന്റെ കൂടെ ITS ചേർത്തപ്പോ ആർത്രൈറ്റിസ്, ജോയിന്റിലൊക്കെ ഉണ്ടാകുന്ന സ്വെല്ലിങ്ങിനെയാണ് നമ്മൾ ആർത്രൈറ്റിസ് ചെയ്യുക. വെറും ITIS ചേർത്താൽ അത് സ്വെല്ലിംഗ് ആണ്, നിർക്കട്ട്. ഓക്കെ, അടുത്ത LYSIS അല്ലെ? എന്താണത്? ഡിസ്ഇന്റഗ്രേഷൻ ഓർ ഡിസ്ട്രാക്ഷൻ, ഡിക്ലൈൻ, അതായത് ഒരു എന്തെങ്കിലും ഡിക്ലൈൻ, ഡിസ്ഇന്റഗ്രേഷൻ, അതായത് ഏകീകരിക്കാൻ പറ്റാത്ത, ക്രോഡീകരിക്കാൻ പറ്റാത്ത, തകർന്ന, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ നമ്മൾ പാരാലിസിസ് എന്ന് പറയുമല്ലോ. പാരാലിസിസ് എന്ന് പറയുമ്പോ അത് തന്നെ ഡയാലിസിസ്, അതൊക്കെ എന്താ, എന്തെങ്കിലും കാര്യങ്ങൾ അത് നശിച്ചു പോയിട്ട് നമ്മൾ അതിനെ എന്താ പറയാ, ഡയാലിസിസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവരെ അതിൽ നിന്ന് മാറ്റി കൊണ്ടുവരാനായിട്ട് കൊടുക്കുന്ന എക്സ്ട്രാ പുറത്തുനിന്ന് കൊടുക്കുന്ന കുറച്ച് സപ്പോർട്ടുകൾ അല്ലെ? അപ്പൊ അത്തരം ഡിസ്ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അവരെയൊക്കെ ഏകീകരിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ പാരാലിസിസ് ആവുക, ഒരു വശം മുഴുവനൊക്കെ തളർന്നു പോകുക, അതൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരു വശത്തെ ഫംഗ്ഷനിങ് ഒക്കെ ഇങ്ങനെ ഡിക്ലൈൻ ചെയ്ത് കിടക്കാം. അപ്പൊ അങ്ങനെയുള്ള ഡിസ്ട്രക്ഷൻസ്, ഡിസ്ഇന്റഗ്രേഷൻസിനെയൊക്കെയാണ് LYSIS എന്ന് പറയുന്ന സഫിക്സ് ഉപയോഗിച്ച് മെൻഷൻ ചെയ്യുന്നത്. അടുത്തത് MEGALY, എക്സ്പാൻഷൻ ഓഫ്, വികസിപ്പിച്ചത്, MEGALY, എക്സ്പാൻഷൻ ഓഫ്. അടുത്തത് OLOGY, എന്താ? ഓളജി, ദാറ്റ് മീൻസ് സയൻസ് ഓഫ്, ശാസ്ത്രമാണ്. ബയോളജി, സൈറ്റോളജി, ഹെപ്പറ്റോളജി അല്ലെ? അപ്പൊ എല്ലാം സയൻസ് ഓഫ്. എന്തിനെങ്കിലൊക്കെ പ്രത്യേക കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അത് ആ പേരിൽ അറിയപ്പെടും. സൈറ്റോളജി സെൽസിനെ കുറിച്ചിട്ടാണ്, സയൻസ് ഓഫ് സെൽസ് ആണ്. ഓക്കെ, വെറും ഓളജി മീൻസ് സയൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത OMA, ട്യൂമർ, ട്യൂമറിനെ സൂചിപ്പിക്കുന്നതാണ് OMA എന്ന് പറയുന്ന സഫിക്സ്, OMA. അടുത്തത് OSIS, റിലേറ്റിംഗ് ടു ഡിസീസ് പ്രോസസ്. ഓക്കെ, അതായത് നമ്മളുടെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസസിന്റെ പ്രൊസീജിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് OSIS എന്ന് പറയുന്നത്. ഓക്കെ, അത് SIS അങ്ങനെ തന്നെയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത OSTOMY, സർജിക്കൽ ക്രിയേഷൻ ഓഫ് എൻ ഓപ്പണിംഗ് ഓർ ഹോൾ, അതായത് ഒരു എന്താ പറയാ, സർജിക്കൽ ക്രിയേഷൻ ആണ്. എന്തെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ചെറിയ ഓപ്പണിംഗ്, OSTOMY, സർജിക്കൽ ക്രിയേഷൻ ഓഫ് ആൻ ഓപ്പണിംഗ് ഓർ ഹോൾ, ദ്വാരം. OTOMY, സർജിക്കൽ ഇൻസിഷൻ ആണ്. ഇൻസിഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ സർജറി നടത്തുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റുന്നത്. അപ്പൊ OTOMY, സർജിക്കൽ ഇൻസിഷൻ. പാത്തി, റിലേറ്റിംഗ് ടു ദ ട്രീറ്റ്മെന്റ് ഓഫ് എനി ഡിസീസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഫോർ ട്രീറ്റിംഗ് എനി ഡിസീസ്, ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾക്ക് ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം. പാത്തി, PATHY. ആൻഡ് PHAIGA, ഫാഗിയ, ഫാസിയ, ഫോബിയ ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഓരോന്നുമായി ബന്ധപ്പെട്ടത്. ഫാഗിയ മീൻസ് റിലേറ്റിംഗ് ടു സോളോ, ഇങ്ങനെ നമ്മളതിലൊക്കെ ഇങ്ങനെ കഴിക്കുക അല്ലെങ്കിൽ വിഴുകുക, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫാഗിയ. ഫാസിയ എന്താണ്? റിലേറ്റിംഗ് ടു സ്പീച്ച്, എന്തെങ്കിലും സംസാരവുമായിട്ട്, സ്പീച്ച്, ആളുകൾ ഇങ്ങനെ വർത്താനം പറയൂലേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ തെറാപ്പീസ് മറ്റൊക്കെ നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതിനകത്തൊക്കെ എഴുതി വെക്കുമായിരിക്കും. PHASIA, റിലേറ്റിംഗ് ടു സ്പീച്ച്. ഫോബിയ, ഇറാഷണൽ ഫിയർ ആണ്. എന്തെങ്കിലും കാണുമ്പോ എന്തെങ്കിലും പെട്ടെന്ന് എന്താ പറയാ, അമിതമായ പേടി, ഇറാഷണൽ ആണ്, അല്ലെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റില്ല നമുക്ക്, ഭയങ്കരമായിട്ട് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു പേടി, അതാണ് ഫോബിയ എന്ന് പറയുന്നത്. PLASTY, പ്ലാസ്റ്റിക് സർജറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് സർജറിയെ സൂചിപ്പിക്കുന്ന സഫിക്സ് ആണ് PLASTY, പ്ലാസ്റ്റിക് സർജറി. അടുത്തെന്താ? PLEGIA, പാരാലിസിസ് ആണ്. പാരാലിസിസിനെ സൂചിപ്പിക്കുന്ന സഫിക്സ് ആണ് PLEGIA.
അടുത്തത് നിയ, PNEA, നിയ റിലേറ്റഡ് ടു ബ്രീത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് NEA എന്ന് പറയുന്ന സഫിക്സ്. അടുത്തത് TOSIS, ടോസിസ് എന്ന് പറയുന്നത് ഡ്രൂപ്പിംഗ്, ഇത് ഇങ്ങനെ തൂങ്ങുക എന്നുള്ള രീതിയിലാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സഫിക്സ് TOSIS എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ്. അടുത്തത് RRHAGE, അൺയൂഷ്വൽ അല്ലെങ്കിൽ എക്സസീവ് ഫ്ലോ, അതായത് അമിതമായിട്ടുള്ള ഒഴുക്ക്, ചിലപ്പോൾ ബ്ലഡിന്റെ ആകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ഫ്ലൂയിഡുകളാകാം. അത് അമിതമായിട്ട് വരുമ്പോൾ അതിനെ നമ്മൾ അൺയൂഷ്വൽ അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള ഫ്ലോ ഓർ ഡിസ്ചാർജ് എന്ന് വിളിക്കും. RRHAGIA അതും ഒന്ന് തന്നെയാണ്, രണ്ടും ഒരേ മീനിങ് തന്നെ വരുന്നതാണ്. അൺയൂഷ്വൽ അല്ലെങ്കിൽ എക്സസീവ് ഫ്ലോ രണ്ട് രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. ഒന്ന് RRHAGE എന്നും ഒന്ന് RRAHGIA എന്നും, ഒരു എ കൂടി അവിടെ ലാസ്റ്റ് വരുന്നുണ്ട്. മറ്റേതിനകത്ത് E ആണ് അവസാനം വരിക. അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓർ ഡിസ്ചാർജ് രണ്ടും ഒരേ മീനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് മാർക്ക് ചെയ്യാം. അതുകൂടി ഗ്രാം മാർക്ക് ചെയ്യാം, ഗ്രാഫ് മാർക്ക് ചെയ്യാം, ITIS മാർക്ക് ചെയ്യാം. അടുത്തടുത്ത 10, 11, 12, 10, 11, 12. 10 ഗ്രാം ആണ്, അത് റെക്കോർഡ്. ഗ്രാഫ് എന്ന് പറയുന്നത് റെക്കോർഡ് ഓർ ഡിവൈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ റെക്കോർഡ് ആണ്. ITIS സ്വെല്ലിംഗ് എന്ന് മീനിങ് വരുന്നതാണ്. അടുത്ത OLOGY, സയൻസ് ഓഫ്, OLOGY സയൻസ് ഓഫ്. അടുത്തത് ഫോബിയ, പ്ലാസ്റ്റിപ്ലീജിയ, അതുപോലെ ഫോബിയ, പ്ലാസ്റ്റിപ്ലീജിയ. 23, 24, 25, 23, 24, 25 and 27 TOSIS, ഡ്രൂപ്പിംഗ് എന്ന മീനിങ് വരുന്ന PTOSIS. എത്രയുണ്ട്? 8 ഉണ്ടാവും നോക്കിയേ. 8 കിട്ടുമോ നോക്കാം. ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് 8 തന്നെ ഇല്ലേന്ന് നോക്കിയേക്കുക കേട്ടാ. ചെയ്തല്ലോ. അടുത്തത് പറയട്ടെ, സഫിക്സിൽ ബാക്കി പറയാം. സഫിക്സിൽ RRHAPHY, സ്വിച്ചർ ഓഫ് അല്ലെങ്കിൽ റിപ്പയർ ഓഫ്, സ്വിച്ചർ ഓഫ് ഓർ റിപ്പയർ ഓഫ്, റിപ്പയർ ചെയ്യാന്നുള്ളതിനൊക്കെ മീൻ ചെയ്യുന്ന RRHAPHY. RRHEA, ഫ്ലോ ഓർ ഡിസ്ചാർജ്, അതായത് ഒഴുകുക അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുക. ഡയറിയ അതിനൊക്കെ ഒരു ഉദാഹരണമാണ് അല്ലെ. അമിതമായിട്ടുള്ള നമ്മുടെ ഫ്ലോ ഓഫ്, അതന്നെ ഡയറിയ അതിനൊരു എക്സാമ്പിൾ ആണ്. ഡയറിയയുടെ ഒരു എന്താ പറയാ സഫിക്സ് ആയിട്ട് പറഞ്ഞതാണ് RRHEA എന്ന് പറയുന്നത്. ഫ്ലോ ഓർ ഡിസ്ചാർജ് ആണ്. സ്കോപ്പ്, ഡിവൈസ് ഫോർ എക്സാമിനേഷൻ, എന്തെങ്കിലും കാര്യം നമ്മൾ എന്താ പറയാ എക്സാമിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, മൈക്രോസ്കോപ്പ് അല്ലെ. അപ്പൊ സ്കോപ്പ് എന്ന് പറയുന്ന മാത്രം ആ ഒരു സഫിക്സ് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഡിവൈസ് ഫോർ എക്സാമിനേഷൻ, എന്തെങ്കിലും പരിശോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്. ഓക്കെ, അടുത്ത സ്കോപ്പി, എക്സാമിനേഷൻ വിത്ത് എ ഡിവൈസ്, ആ ഒരു പ്രൊസീജിയർ ചെയ്യില്ലേ, ആ ഒരു എന്തെങ്കിലും പരിശോധിക്കുന്ന ആ ഒരു ഡിവൈസ് വെച്ച് ആ പരിശോധിക്കുന്ന ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു കാര്യം, അതിനെയാണ് നമ്മൾ സ്കോപ്പി എന്ന് വിളിക്കുക. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിലൂടെ പരിശോധിക്കുക, നോക്കല് അല്ലെങ്കിൽ കണ്ടെത്തല്. ഓക്കെ, എൻഡോസ്കോപ്പി അതിന് ഉദാഹരണമാണ്. നമ്മൾ അറിയാം, നമ്മൾ വയറിനകത്തുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. ഇന്റേണൽ വയറിനകത്ത് ലാർജ് ഇൻഡസ്റ്റൈനിലോ നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിലൊക്കെ ബാധിച്ചിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് അതെങ്ങനെ മനസ്സിലാക്കുക? നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റില്ല പുറമേ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. ബ്ലഡ് ടെസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോണ്ടോ പറ്റില്ല. അപ്പൊ എൻഡോസ്കോപ്പി ആണ് ചെയ്യുക അല്ലെ. വായുവിന്റെ ഇങ്ങനെ കടത്തിയിട്ട് അതിന്റെ അതിൽ സ്പെഷ്യൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മോണിറ്ററിൽ പതിച്ച് ഏത് ഭാഗത്താണ് എന്താണ് അസുഖം എന്നൊക്കെ കണ്ടുപിടിക്കണം. അപ്പൊ ഒരു ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ എക്സാമിൻ ചെയ്യുന്ന ആ പ്രവൃത്തിയെ നമ്മൾ സ്കോപ്പ് എന്ന് വിളിക്കും. ആ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഡിവൈസിനെ നമ്മൾ സ്കോപ്പ് എന്ന് വിളിക്കും കേട്ടോ.
രണ്ടാണ് ഓർക്കുക. SIS എ പ്രോസസ് ഓർ ആക്ഷൻ ഓർ കണ്ടീഷൻ, എന്തെങ്കിലും ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ, അതാണ് SIS. TAXIS ഓർഡർ, അറേഞ്ച്മെന്റ്, ഒരു ഓർഡർ, ഒരു അറേഞ്ച്മെന്റ്, അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് TAXIS എന്ന് പറയുന്ന സഫിക്സ് ആണ് ഉപയോഗിക്കുക. Then trophic, TROPHIC relating to nutrition, nutrition സംബന്ധമായിട്ടുള്ളത് TROPHIC, trophic relating to nutrition. And the URIA, substance in the urine or the condition so indicated, നമ്മുടെ യൂറിനിലുള്ള എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ്. അപ്പൊ URIA എന്ന് പറയുന്ന ഒരു സഫിക്സ് ഉപയോഗിച്ചിട്ടാണ് അത്തരം എന്തെങ്കിലും കണ്ടീഷൻസിനെ കുറിച്ചിട്ട് പറയാനായിട്ട് അവർ ഉപയോഗിക്കുക. റിലേറ്റിംഗ് ടു സബ്സ്റ്റൻസ് ഇൻ ദ യൂറിൻ ഓർ ദ കണ്ടീഷൻ സോ ഇൻഡിക്കേറ്റഡ്, അല്ലെങ്കിൽ യൂറിൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു അവസ്ഥ കാണിക്കാനോ അല്ലെങ്കിൽ യൂറിനകത്ത് എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ട് എന്ന് പറയാനോ ഒക്കെ വേണ്ടിയിട്ട് URIA എന്ന് പറയുന്ന സഫിക്സ് ആണ് ചേർക്കുക. ഓക്കെ, URIA. ഓക്കെ, ഇനി അതിനകത്ത് ഒരു 3 എണ്ണം മാർക്ക് ചെയ്യാനുണ്ട്. ഒരു സ്കോപ്പ്, ഒരു സ്കോപ്പി ആൻഡ് ഒരു ട്രോഫിക്. സ്കോപ്പ്, സ്കോപ്പി, ട്രോഫിക്. അതായത് നമ്പർ പറയുകയാണെങ്കിൽ 32, 33 ആൻഡ് 36. 32, 33, 36. ഉള്ളൂ. സോറി, 3 എണ്ണം കിട്ടിയില്ലേ? 3 എണ്ണം. സഫിക്സ് വേർഡ്സ് എത്ര ഉണ്ട് ഇപ്പൊ? സഫിക്സ് വേർഡ്സ് എത്ര ഉണ്ട്? സഫിക്സ് മാത്രം എത്ര ഉണ്ട് നോക്കിയേ. നമ്മള് പ്രിഫിക്സ് മാത്രം നിങ്ങൾ നേരത്തെ പറഞ്ഞു 46, 43 അങ്ങാണ്ട് വരുന്ന പറഞ്ഞേ. ഐ തിങ്ക് 46 ആണ് തോന്നുന്നത്. സഫിക്സ് മാത്രമായിട്ട് 15 എണ്ണം ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അവസാനം ഞാൻ ചോദിക്കാം എല്ലാം കൂടി ചേർത്ത് എത്ര ഉണ്ടെന്ന് കേട്ടാ. അപ്പൊ പ്രിഫിക്സ് നമ്മൾ 46 എണ്ണവും സഫിക്സ് നമ്മൾ 15 എണ്ണോട് മാർക്ക് ചെയ്ത്. അതിൽ 37 എണ്ണത്തിലാണ് 15 എണ്ണം മാർക്ക് ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു ഹാഫ് പാർട്ട് ഒക്കെ തന്നെ ഉണ്ട്. ഓക്കെ, എന്തായാലും നമ്മളത് ആ ഒരു പേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കാം. റൂട്ട് വേർഡ്സ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. 10 എണ്ണമല്ലോ, ആ റൂട്ട് വേർഡ്സ് നമുക്ക് നിർത്താം. റൂട്ട് വേർഡ്സ് ഒക്കെ കുറച്ച് എളുപ്പമുള്ളതാണ് എല്ലാം. നോക്കിയാൽ നിങ്ങൾക്ക് റൂട്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് ഈസ് ദ സ്റ്റെം പാർട്ട് അല്ലെങ്കിൽ വിച്ച് ഈസ് ദ ചീഫ് പാർട്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മുഖ്യമായ ഭാഗം. അതാണ് മെഡിക്കൽ ടേംസ് ഏറ്റവും മുഖ്യമായ ഭാഗമാണ് റൂട്ട് വേർഡ്സ് എന്ന് ഉപയോഗിക്കുക. അതുമായിട്ട് കുറച്ച് മീനിങ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ACOU, ഹിയർ, കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ACOU. ADIP, ഫാറ്റ്, ADIP, ഫാറ്റ്, ഫാറ്റ് അല്ല കൊഴുപ്പ് അല്ലെ. അടുത്തത് ALB, ALB, വൈറ്റ് എന്ന് മീനിങ് തരുന്ന റൂട്ട് വേർഡ് ആണ് ALB. ALGES, പെയിൻ, ALGES, പെയിൻ, വേദന അല്ലെ, അതാണ്. അപ്പോ ALDR എന്താണ്? മെയിൽ, മെയിലുമായിട്ട് ബന്ധപ്പെട്ട. ആൻഡ്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞല്ലോ നമ്മള് അല്ലെ. യൂറോളജി ആൻഡ് ആൻഡ്രോളജി അത് മെയിൽസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്പെസിഫിക് ആയിട്ട് അവരുടെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതാണ് ANDR, അത് മെയിൽ എന്ന മീനിങ് വരുന്നതാണ്. AORTA, ലാർജ് ആർട്ടറി എക്സിറ്റിംഗ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓഫ് ദ ഹാർട്ട്. ഇവിടെ ഹാർട്ടിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു ലാർജ് ആർട്ടറി, ഒരു വലിയ ഒരു ധമനി, അതിനെയാണ് നമ്മൾ AORTA എന്ന് പറയുന്ന റൂട്ട് വേർഡ് കൊണ്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മീനിങ് അതാണ്. AQUA, അക്വ, അക്വാറ്റിക്, വാട്ടർ, വെള്ളത്തുമായി ബന്ധപ്പെട്ടതിനെയാണ് നമ്മൾ അക്വാ ഗാർഡൻ, അക്വാറ്റിക് അല്ലെ, അക്വേറിയം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട വേർഡാണ്, ആർക്കറിയില്ലാത്തത്. അത് ASPHYXIA, lack of oxygen or excess of carbon dioxide in the body that results in unconscious. നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ അമിതമായ കാർബൺ ഡൈ ഓക്സൈഡ് ബോഡിയിൽ ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ അതെന്തുണ്ടാകും? നമുക്ക് തലകറക്കം, തലചുറ്റിൽ, അൺകോൺഷ്യസ് ആകും അല്ലെ. ആ ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ ASPHYXIA എന്ന് പറയുന്ന ആ ഒരു റൂട്ട് വേർഡ് കൊണ്ട് ഉപയോഗിക്കുക. അടുത്തത് ASPHEN, വീക്ക്, അതായത് എന്താ പറയാ, ഭയങ്കര വീക്ക് ആയിട്ടുള്ളത്, ക്ഷീണിച്ചത് എന്നൊക്കെ. AUDI, ഓഡി, ഓഡിബിൾ, ഓഡിബിൾ മീൻസ് ക്യാൻ ബി ഹേർഡ്, കേൾക്കാൻ പറ്റുന്നത്. ഓഡിബിൾ ആണ് എനിക്ക്, നിങ്ങൾ പറയുമ്പോ ഞാൻ ഓഡിബിൾ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നർത്ഥം. ഓഡി മീൻസ് ടു ഹിയർ, കേൾക്കാൻ പറ്റുന്നത്, ഓഡിയോ എന്നൊക്കെ നമുക്കറിയാമല്ലോ അല്ലെ. അപ്പൊ യെസ്, അപ്പൊ അതിനകത്തും മാർക്ക് ചെയ്തേക്കാം. ഇച്ചിരി എളുപ്പമുള്ള ഭാഗമാണ് ഈ റൂട്ട് വേർഡ്സിന്റെ ഈ പേജ്. അപ്പൊ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്നാമത്തേത് ANDR, അതായത് നമ്മളുടെ 5th നമ്പർ മെയിൽ, ANDR മാർക്ക് ചെയ്യാം. അക്വ മാർക്ക് ചെയ്യാം, 7th one.
ASPHY-XIA, lack of oxygen or excess of carbon dioxide in the body that results in unconscious. ASPHY-XIA. മാർക്ക് ചെയ്യുക. അടുത്തത് ആസ്തരം മാർക്ക് ചെയ്യുക, ഓഡിയും മാർക്ക് ചെയ്യുക. അതായത് നമ്പർ പറയുകയാണെങ്കിൽ 5, 7, 8, 9, 10. 5, 7, 8, 9, 10. അങ്ങനെ 5 എണ്ണം. 10 എണ്ണത്തിൽ 5 എണ്ണം. ദാറ്റ് മീൻസ് 1/2. പകുതി ഭാഗം നമ്മൾ മാർക്ക് ചെയ്തു. ആ പേജിൽ മാത്രം ഉണ്ടാകും. വേർഡ്സ് ഞാനൊന്ന് ചോദിച്ചേക്കട്ടെ, നിങ്ങൾക്ക് എന്താ പറയാ ചാപ്റ്ററുകള് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് ഒക്കെ തീർന്നോ? ഏകദേശം എത്ര വരെയായി നമുക്ക് ഒന്ന് അറിയണം. എന്നാല് ചിലപ്പോ എന്തെങ്കിലും മിസ്സായി പോയോ അതിന്റെ ഇടയിൽ നിന്ന് ക്വസ്റ്റ്യൻ അല്ല നമ്മളുടെ ചാപ്റ്റർ മിസ്സായി പോകാൻ പാടില്ല. എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തിട്ട് 1-2 മൊഡ്യൂളുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സാം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നാമത്തെ മൊഡ്യൂളിൽ എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തോ? എല്ലാ ടീച്ചേഴ്സിന്റെ കൂടിയാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും പറയൂ. ഒന്നാമത്തെ മൊഡ്യൂളിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിലെ സ്ഥിതി എന്താ? രണ്ടാമത്തെ മൊഡ്യൂളിലെ സ്ഥിതി എന്താണ്? തൊടാത്ത ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ടോ? ഇതുവരെയും ടച്ച് ചെയ്യാത്ത ഒരു ചാപ്റ്റർ ഉണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ എടുത്തോണ്ടിരിക്കുന്നതാണോ എല്ലാവർക്കും ഉള്ളൂ? എടുക്കാൻ എത്ര ചാപ്റ്റർ? 2 ചാപ്റ്റർ ഉണ്ട് അല്ലെ? ഏതൊക്കെയത്? 2, 3. 2, 3 പറയുമ്പോ പേര് പറയാമോ ചാപ്റ്ററിന്റെ? Nursing Administration Laboratory Service. Nursing Administration Laboratory Service. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനും ലബോറട്ടറി സർവീസും. ബാക്കിയൊക്കെ ടീച്ചേഴ്സ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നുണ്ട് അല്ലെ? ഈ രണ്ടും എടുത്തിട്ടില്ല, തൊട്ടിട്ടില്ല എന്നുള്ളതല്ലേ? ചാപ്റ്റർ 11 അതെ, തൊട്ടിട്ടില്ല. ചാപ്റ്റർ 11 ഏതാ? 11 പറയുന്നുണ്ടല്ലോ രണ്ടും. എടുത്തു മിസ്. ഏതായാലും ചാപ്റ്റർ നെയിം എന്താ? Nursing Administration Laboratory Service. Level Ambulance Service. അത് എടുത്തു എന്നാണ് പറയണേ. ആരാ അത് പറഞ്ഞതെന്ന് വെച്ചൊന്ന് റെഫർ ചെയ്ത് നോക്കാം. എടുത്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ കേട്ടാ. ചിലപ്പോ മിസ്സായി പോയതാകാം. ആംബുലൻസ് സർവീസ് എന്നൊക്കെ പറയുമ്പോ അധികം നീളമുള്ള ചാപ്റ്റർ ആയിരിക്കൂല അല്ലെ? ചെറിയ ചാപ്റ്ററാണോ? അപ്പൊ ചിലപ്പോ 2 ദിവസത്തെ ക്ലാസ് മിസ് ചെയ്ത് പോയിട്ടുണ്ടാകും ആൾക്ക്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ എടുത്തതായിട്ട് ഓർക്കാത്തത്. അപ്പൊ ഒന്ന് കൺഫേം ചെയ്യാട്ടോ. അത് കൺഫേം ചെയ്യാം. നിങ്ങൾ എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഒന്ന് കൺഫേം ചെയ്ത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സിലബസിനകത്ത് ടിക്കറ്റ് ഒക്കെ പോവുക. ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്കും കൂടി അത് എല്ലാവരും എടുക്കണ്ടോ, എടുത്ത് തീർന്നോ എന്ന് കൂടി കൺഫേം ചെയ്യണം. അല്ലെങ്കിൽ പരീക്ഷയുടെ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോ അയ്യോ ഇന്ന ഒരു ചാപ്റ്റർ അവിടെ കിടക്കണ്ട, അത് എടുത്തിട്ടുണ്ടായില്ല എന്നൊക്കെ പൊങ്ങി വരാൻ പാടില്ലല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് കൺഫർമേഷൻ വേണ്ടി ചോദിച്ചത്. ഒന്നാമത്തെ കംപ്ലീറ്റ് ചെയ്തു. 2, 3 ചാപ്റ്റേഴ്സ് ഒട്ടും തന്നെ എടുത്തിട്ടില്ല. അത് കൊടുത്തിരിക്കുന്ന ടീച്ചേഴ്സ് അവരെടുത്തോളും, തീർത്തോളും. അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉള്ളത് ബാക്കി എല്ലാവരും ടീച്ചേഴ്സ് ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ അത് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് ഓരോ ടീച്ചേഴ്സ് അവരവരുടെ ചാപ്റ്റർ എടുത്തോളൂ കേട്ടോ. അപ്പൊ ആംബുലൻസ് സർവീസിന്റെ ചാപ്റ്റർ ആർക്കാണ് മിസ് ചെയ്തേക്കണേന്നൊന്ന് നോക്കുക. അതൊന്ന് കൺഫേം ആക്കുക. നിങ്ങളത് മനസ്സിലാക്കി എടുക്കുക. അതൊക്കെ അത്ര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒന്നുമല്ല. ഇത് പിന്നെ ഇങ്ങനെ കുറെ ഇങ്ങനെ നിങ്ങൾ വായിച്ചാലും ഞാൻ വായിച്ചാലും ഒരേപോലെ തോന്നുന്ന ഒരു സാധനമാണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. പക്ഷെ വായിക്കുക വേണം. നമ്മൾ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാർക്ക് ചെയ്ത് പോകണം. ക്ലാസ് കൂടി അങ്ങ് വെച്ച് തരും. അതല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് എവിടെ നിന്ന് എപ്പോഴെങ്കിലും ഒക്കെ കയറി വരും അവർ എടുക്കാനായിട്ട് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. മാർക്ക് ചെയ്തത് ഇമ്പോർട്ടന്റ് ആണെന്നും പറഞ്ഞ് മാർക്ക് ചെയ്തത് നിങ്ങളൊന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, സോ സീ യു. താങ്ക് യു. Thank you, Miss. Okay. Thank you, ma'am.